തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ കാട്ടുതെച്ചിപ്പൂ പായസം. തെച്ചിപ്പൂ കൊണ്ട് പായസമോ? ഇതുവരെ ആരും തയ്യാറാക്കാത്തതും തികച്ചും വ്യത്യസ്തവും ഔഷധ ഗുണമുള്ളതുമായ ഒരു സ്പെഷ്യൽ പായസം, കാട്ടുതെച്ചിപ്പൂ പവിഴമുത്തു പായസം. ചെത്തിപ്പൂവിന്റെ ചുവപ്പ് നിറവും ക്യാരറ്റിന്റെ ഓറഞ്ച് നിറവും ചവ്വരിയുടെ മുത്തുപോലെയുള്ള തിളക്കവും ഒത്തുചേരുന്ന രത്നമാണിക്ക പായസം. ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് കാട്ടുതെച്ചിപ്പൂ കൊണ്ട് പായസം ഉണ്ടാക്കിയാലോ? ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഉറപ്പാ. അതിനുവേണ്ടി ആദ്യം തെച്ചിപ്പൂ പറിച്ചെടുക്കാം. തെച്ചിപ്പൂ കണ്ടില്ലേ, ഇത് കാട്ടു തെച്ചിപ്പൂവാണ്. മറ്റ് തെച്ചിപ്പൂക്കളുണ്ട്, അതൊന്നും ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മളിവിടെ ഒന്നും കാണാറില്ല. എൻ്റെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ഈ പൂവ് ഉണക്കിപ്പൊടിച്ച് കുറുക്കിൽ ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. തെച്ചിപ്പൂവിനും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത്ര മതി. പായസത്തിലേക്ക് ഇതിൻ്റെ ഇതളുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ബന്ധുജീവിക അഥവാ രക്തലത എന്നറിയപ്പെടുന്ന കാട്ടുതെച്ചിപ്പൂവ് ഞാനും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ്. കഴുകിയെടുത്ത് വെള്ളം വാലാൻ വെക്കണം. ഓരോ പൂവുകളായി എടുത്ത് ഈ പൂവിനും അകത്തൊരു നാരുണ്ടാവും. ആ നാര് വലിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് ബലത്തിൽ ഇങ്ങനെ പായസത്തിൽ കിടക്കും. വലിച്ചെടുക്കുക, എന്നിട്ട് ഇതളുകൾ മുറിച്ച് വെക്കുക. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അലങ്കാരത്തിനും രുചിക്കും വേണ്ടി മാത്രം ചെറിയ അളവിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശക്തമാണ്. ഇതളുകൾ മുറിച്ച് വെക്കുക. ഇതളുകൾ വേറെ, ഞെട്ട് വേറെ, അങ്ങനെ വെച്ചു. പായസത്തിലേക്ക് ഇതളുകൾ മാത്രം മതി. 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കുറച്ച് ചെറുതാക്കി മുറിച്ചെടുക്കണം. ഒരു 2 കറത്തിൽ കറക്കുമ്പോഴേക്കും ഇതാ കണ്ട പാകത്തിന് ക്രഷായി. അട പോലെയല്ലേ, അത്ര വലുപ്പത്തിലാകും. 3 ക്യാരറ്റും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. 1 ലിറ്റർ പശുവിൻ പാല്, 150 ഗ്രാം സാഗോ അരി കുതിർത്തത്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം ഉണക്കമുന്തിരി, 30 ഗ്രാം ബദാം, 10 ഏലക്ക, 4 ടേബിൾ സ്പൂൺ നെയ്യ്, 300 ഗ്രാം പഞ്ചസാര, പിന്നെ നമ്മുടെ സ്പെഷ്യൽ തെച്ചിപ്പൂവും. ചൂടായ ഉരുളിയിലേക്ക് നെയ്യൊഴിച്ചു. അണ്ടിപ്പരിപ്പും ബദാമും ഇടാം. ഇളം ഗോൾഡൻ കളറാവട്ടെ. ഉണക്കമുന്തിരി കൂടെയിട്ട് വറുത്തെടുക്കുക. നെയ്യിലേക്ക് തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതിടാം. ഈ നെയ്യിൽ കിടന്ന് നന്നായൊന്ന് വഴലട്ടെ. ഇത് ഏകദേശം ഒരു 3/4 വേവ് വരെ വഴലണം. ഏകദേശം ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ആ ഉരുളയിൽ തന്നെ 1 ലിറ്റർ പാലൊഴിച്ച് തിളപ്പിക്കാം. സാഗോ അരി ഇട്ട് വേവിക്കാം. സാഗോ അരി കുതിർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. ഇത് മുത്തുപോലെ ഒരു 1/2 വേവാവട്ടെ. തെച്ചിപ്പൂ ഇതളുകൾ ഒരു പിടിയുണ്ട്, അതിടാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തെച്ചിപ്പൂ അലിഞ്ഞ് ചേരൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ നമുക്ക് ഇറക്കാം. തെച്ചിപ്പൂവും സാഗോ അരിയും ഏകദേശം നന്നായി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച ക്യാരറ്റ് ഇടാം. തിളച്ച് നന്നായി വേവട്ടെ. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഏലക്കപ്പൊടിയും ഇടാം. ഒരു 8 or 10 ഏലക്കയാണ് ഇട്ടിട്ടുള്ളത്. ഒരു നുള്ള് ഉപ്പും കൂടി ഇടാം. അപ്പോൾ പായസം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പാകത്തിന് കുറുകിയിട്ടുമുണ്ട്. അതിനുശേഷം മാറ്റി വെച്ചിരുന്ന ചെത്തിപ്പൂ ഇതളുകളിട്ട് അലങ്കരിക്കാം. ആരും ഇതുവരെ ഉണ്ടാക്കാത്ത പവിഴമുത്തു പായസം, നാട്ടുംപുറത്തെ കാട്ടുതെച്ചിപ്പൂ കൊണ്ടൊരു വെറൈറ്റി ചെത്തിച്ചന്തം പായസം. ഇഷ്ടമുള്ളൊരു പേരിടൂ. അഭിപ്രായവും കമൻറ്റും അറിയിക്കണേ. ഈ രത്നമാണിക്ക പായസത്തിൻ്റെ ഫുൾ വീഡിയോ 1000 ലീഫ് നാച്ചുറൽസിലുണ്ട്.